ചിത്രം വരച്ച് കളർ ചെയ്യാനുള്ളതുകൊണ്ട് ക്രയോൺസ്, വാട്ടർ കളർ എന്നിവ ഉപയോഗിക്കാം. ചിത്രം തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നവർ അത് വെച്ച് വരയ്ക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം നിങ്ങൾക്ക് എന്തെല്ലാം ആ പൂന്തോട്ടത്തിൽ വേണമെന്ന്. പക്ഷേ അത് മുതിർന്നവർ പകർന്നു തന്നിട്ടുള്ള ചിത്രങ്ങളോ നിങ്ങൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചിത്രങ്ങളോ ഇവിടെ മത്സരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ആ ചിത്രം പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള ക്രയോൺസോ വാട്ടർ കളറോ എന്താണ് നിങ്ങളുള്ളത് പെൻസിൽ ഡ്രോയിങ് അല്ലാതെ കളറിങ് ചെയ്തിരിക്കണം. നിർബന്ധമായും കളറിങ് ചെയ്തിരിക്കണം. UP വിഭാഗത്തിലുള്ള സബ്ജക്ട് ഇപ്പോൾ സാറ് തരുന്നതായിരിക്കും. അതിനെ ആസ്പദമാക്കി ആ കുട്ടികൾ പെൻസിൽ ഡ്രോയിങ് മാത്രമേ ചെയ്യാവൂ. കളറിങ് ചെയ്യാൻ അനുവദനീയമല്ല. നിങ്ങൾ കളർ ചെയ്തെന്ന് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, പോയിന്റ് കൂടുന്നില്ല കേട്ടോ. മാക്സിമം UKG 1ാം ക്ലാസ്, LP ഭാഗം എന്ന് പറയുന്നത് 2, 3, 4 ക്ലാസ്സുകൾ, UP എന്ന് പറയുന്നത് 5, 6, 7 ക്ലാസ്സുകൾ. ഇതെല്ലാം കുട്ടികൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ആർക്കെങ്കിലും ചെസ് നമ്പർ കിട്ടാതിരിപ്പുണ്ടോ? ചെസ് നമ്പർ ഇല്ലാതാവില്ലല്ലോ. ഇല്ലാത്തവരുണ്ടെങ്കിൽ എഴുതി നിൽക്കുക. ചിത്രം വരയ്ക്കുന്ന കുട്ടികളുടെ കൂടെ മാതാപിതാക്കൾ ഇരിക്കാൻ പാടില്ല. ഓക്കെ, അത് PVP അംഗങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മത്സരത്തിന് ആവശ്യമായ പേപ്പറുകൾ ഇവിടെ തരുന്നതാണ്. അതിൽ മാത്രം ചിത്രം വരയ്ക്കുക കേട്ടോ. നിങ്ങളുടെ കൈവശം കിട്ടിയിരിക്കുന്ന പേപ്പറിനകത്ത് PVP എന്നൊരു സീൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇത് വലിയ നിബന്ധനകളല്ല. നാളെ നിങ്ങൾ മത്സരിക്കുന്ന ഓരോ മത്സരങ്ങളിലും ഇങ്ങനെയുള്ള നിബന്ധനകളുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു പോകുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഡോക്ടർ സിബി മാത്യു UP വിഭാഗം ഏറ്റവും പുറകിലായിട്ടാണ് അവരെ സജ്ജമാക്കിയിരിക്കുന്നത്. അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ ആ കുട്ടിയെ പുറപ്പെടുത്തില്ല. വലിയ കുട്ടികൾക്ക് പേപ്പർ കൊടുത്തല്ലേ പേപ്പർ കൊടുക്കും. വലിയ കുട്ടികളുടെ പേപ്പർ ഈ ചിത്രം വരയ്ക്കുമ്പോൾ സീൽ ചെയ്തിരിക്കുന്ന ഭാഗത്ത് വരയ്ക്കാൻ. നമ്പർ എഴുതാൻ പറഞ്ഞ എല്ലാം മനസ്സിലായോ? എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായോ? രജിസ്റ്റർ നമ്പർ എഴുതാൻ പറഞ്ഞ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? പേപ്പർ കിട്ടിയാൽ മാത്രം മതി അല്ലേ? അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? പേപ്പർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണോ? പേപ്പർ വന്ന ഉടനെ നമ്പർ എഴുതാനെല്ലാം അറിയാമല്ലോ അല്ലേ? പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായോ? പേപ്പർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണോ? പേപ്പർ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്പർ എഴുതാനെല്ലാം മനസ്സിലായല്ലോ അല്ലേ? അല്ലേ? എല്ലാം മനസ്സിലായല്ലോ? റെഡി ആയിട്ടിരിക്കുമല്ലേ?
പേപ്പറിൻ്റെ ഏത് ഭാഗത്ത് നമ്പർ എഴുതേണ്ടതെന്നെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ അല്ലേ? എഴുതി കഴിഞ്ഞല്ലേ? വെരി ഗുഡ്. അവിടെ പേരെന്തുവാ? കേട്ടില്ല. ഋതുപർണ. അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകാർക്ക് വേണ്ടി മാത്രമാണ് വിഷയം പറയുന്നത്. നിങ്ങൾ ഇനി സബ്ജില്ലാ മത്സരങ്ങൾ പോകുമ്പോഴേ ഈ തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും നിങ്ങൾ മത്സരത്തിൽ പങ്കാളികളാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിലപ്പോൾ മാവേലിക്കര ജില്ലയുടെ കലോത്സവത്തിൽ നിന്ന് മത്സരത്തിൽ പോയിട്ടുള്ളവരുണ്ടായിരിക്കുന്നുണ്ട്. 5-6 UP വിഭാഗത്തിന് ഇതേപോലുള്ള ടോപ്പിക്കുകളായിരിക്കും പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തരാനുള്ളത് ലഹരിയുക്തമായിട്ടുള്ള ലഹരിയുണ്ട് സമൂഹത്തിൽ പ്രശ്നമെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ലഹരി കൊണ്ട് മനുഷ്യരെ ആകെ ആ വീട് പോലും ഇല്ലായ്മ ചെയ്ത തരത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠന ഭാഗമായിട്ടുണ്ട്. നിങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങൾ ഈ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിലെ മികച്ച ആളുകളായി മാറുവാൻ വേണ്ടിയാണ് അല്ലെ? അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ലഹരി ഇപ്പോൾ ഉപയോഗം കൊണ്ട് നിങ്ങളുടെ പഠനത്തിൽ ഈ സമൂഹത്തെ എങ്ങനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും, അതാണ് നമ്മുടെ വിഷയം. പഠന ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പഠന ഭാഗത്തിൽ നിങ്ങളുടെ ഈ സമൂഹത്തെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ചുറ്റുപാട് വഴി നമ്മുടെ ഈ പ്രദേശത്തെ ഒരാളെങ്കിലും ഈ സമൂഹത്തിൽ മികച്ച ആളായി മാറുമെന്ന് ഒന്നോ അല്ല അതിൽ കൂടുതലായിക്കോട്ടെ. അപ്പോൾ ഈ പഠനവുമായി ബന്ധപ്പെട്ട് മികച്ച ഒരു സമൂഹമായി മാറ്റാൻ കഴിയുമെന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ ആ പൂർത്തീകരിക്കുന്നതാണ്. ഒന്നുകൂടെ പറയാം, ലഹരി നിങ്ങളുടെ പഠന ഭാഗവുമായി ബന്ധപ്പെട്ട് സമൂഹത്തെ എങ്ങനെ മാറ്റിയെടുക്കാം, ഇതാണ് വിഷയം. കാലത്തോളം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. 12:30 ഈ പടം വരച്ച് പൂർത്തീകരിക്കണം. ടോപ്പിക്കോടെ പറയാം. നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ എത്രാം ക്ലാസ്സിലപ്പോൾ പഠിക്കുന്നത്? 7ാം ക്ലാസ്. ഈ 7ാം ക്ലാസ്സിൽ മികച്ച വിദ്യാർത്ഥിയായി തീരുവാനാണ് നിന്റെ മനസ്സിലുണ്ടായിരിക്കുന്നത് എങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിലെ മോന്റെ കൂടെ ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരുടെ മികച്ച കൂട്ടുകാരനായി തീരുവാൻ ഈ പഠനവുമായി ബന്ധപ്പെട്ട് ലഹരി പഠനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ളതാണ് ഈ ടോപ്പിക് തന്നിരിക്കുന്നത്. ഉടനെ വരയ്ക്കാൻ തുടങ്ങാം. 12-15 ആകുമ്പോൾ നിങ്ങളുടെ പേപ്പറുകൾ തിരികെ മേടിക്കുന്നതാണ്. അതിനുള്ളിൽ നിങ്ങളുടെ പാഠ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തെ ലഹരിയിൽ നിന്നും എങ്ങനെ വിമുക്തമാക്കാം. നിങ്ങളുടെ ലഹരി പഠനമാണ്. നിങ്ങളുടെ പഠനത്തിലൂടെ സമൂഹത്തെ മാറ്റിമറിക്കാൻ കഴിയും. അത് നിങ്ങൾ ഇവിടെ വരയ്ക്കുക. ഓക്കെ, നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ലഹരി എന്താണ്? പഠനമാണ് അല്ലേ? ആ പഠനത്തിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു നാളേക്കായി എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയും എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് അല്ലേ സാറേ? അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഡ്രോ ചെയ്യുക. നിങ്ങൾക്ക് വാക്കുകൾ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാം, കളർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ബോർഡറൊക്കെ വെച്ചോ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. കളറൊന്നും വെച്ച് ബോർഡർ ചെയ്യുമല്ലോ, പെൻസിലുകൾ മാത്രം. ഓക്കെ, സാറേ കൊച്ചു കുട്ടികൾക്കുള്ള പേപ്പറുകൾ നമ്മൾ കൊടുക്കുകയാണ്. കൊടുത്തു. ചിത്രം വരയ്ക്കുമ്പോൾ ബാക്ക് സൈഡില് നിങ്ങളുടെ ചെസ്റ്റ് നമ്പർ എഴുതണം, മറക്കരുത് കേട്ടല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നുമില്ലല്ലോ. ശരി, വരച്ചോ. ഓൾ ദ ബെസ്റ്റ്.
LKG UKG 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പേപ്പർ കൊടുത്ത് അവർ കളർ ചെയ്തുകൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു അല്ലേ? വിഭാഗത്തിലെ കുട്ടികൾക്ക് പൂന്തോട്ടം എന്ന വിഷയമാണ്. അത് വരയ്ക്കണം, കളർ ചെയ്യണം. കേട്ടല്ലോ? എല്ലാ ആശംസകളും. 2024 ഓഗസ്റ്റ് 15 ചിത്രരചന മത്സരം. ഇത് കേവലം മത്സരം മാത്രമല്ല, ലോകത്തെ പ്രത്യേകിച്ച് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചി നൂതനമായ പദ്ധതികളിലൂടെ, പ്രത്യേകിച്ച് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ സ്നേഹത്താലും മനസ്സിലേക്ക് കിടക്കുന്ന കരിപ്പിട ബദൽ PVP-യുള്ള പ്രവർത്തകർക്ക്, അവരുടെ ദൈവദാസന സഭയ്ക്ക് ഹൃദയമായ ആശംസകൾ സംസ്ഥാന PVP-യുടെ പേരിൽ നേരുകയാണ്. ഭാരതം പുതിയ ചുവടുകൾ ചവിട്ടിക്കയറുന്നു. ഇതിനൊപ്പം അണിചേരാൻ സേവനത്തിനായി രക്ഷിക്കപ്പെട്ട PVP പ്രവർത്തകർ ഉണ്ടെന്ന് കേൾക്കുന്നത് അഭിമാനം, സന്തോഷം. ഗോഡ് ബ്ലസ് യു. എല്ലാ ആശംസകളും. ആശംസകൾ നേരുന്നു. എന്നെ വളരെ സന്തോഷിച്ചൊരു കാര്യം, ഈ ചിത്രരചന മത്സരത്തിൽ എഴുത്തിരിക്കുന്ന ടോപ്പിക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണമാണ്. ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള. രണ്ടാമതായിട്ട് ആ ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് LP സ്കൂൾ, UP സ്കൂൾ, അതുപോലെ നഴ്സറിയിലുള്ള വിദ്യാർത്ഥികളാണ്. വളരെ ചെറുപ്പത്തിലെ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ലഹരിയുടെ ഉപയോഗത്തെപ്പറ്റിയുള്ള ദൂഷ്യവശങ്ങൾ എത്തിക്കുവാൻ വേണ്ടി നടത്തപ്പെടുന്ന ഈ ചിത്രരചന മത്സരം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകം ഇതുപോലെ ക്രിയാത്മകമായ സമൂഹത്തെ ചലിപ്പിക്കുന്ന നല്ല ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത PVP ബദൽ കരിപ്പുഴ ലോക്കൽ യൂണിറ്റിന് കേരള സ്റ്റേറ്റ് PVP-യുടെ പേരിലുള്ള എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും പറയുന്നു. ഈ പ്രോഗ്രാം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നു. മനോജ് ഹോട്ടൽ കത്താറമ്പലം, PRS കത്താറമ്പലം, ആർമി ബേക്കറി മാവേലിക്കര, കടൽ തീരം ബിഷപ്പ് കത്താറമ്പലം, ഗ്ലോബൽ എഡ്യൂമാർ കായംകുളം, മന്ന ബേക്കേഴ്സ് പത്തിച്ചിറ, NC കാർമൈൽ സാലേം, ജെയ്സൺ കുമ്മന, പെരുമാൾ ഇൻഡസ്ട്രീസ് കണ്ടിയൂർ, ആനി ജോൺ മിസ്ബ, സ്പാരോ ഡിസൈൻസ് കത്താറമ്പലം, ഓപ്റ്റിവിഷൻ കത്താറമ്പലം. സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാധ്യാപകൻ 24 വർഷം കേരള സ്റ്റേറ്റിൻ്റെ SRG-നും PRG ട്രെയിനിങ്ങിനും അധ്യാപകരുടെ ക്ലാസ് എടുക്കുകയും കലാപ്രവർത്തനങ്ങളിൽ ക്ലാസ്സുകൾ ലഭിച്ച തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് ചെയ്തതിന് ശേഷം പല മാനാട് കലാപീഠം, ചിത്രൂടക നാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ് എടുക്കുകയും കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുകയും ചെയ്യും. അപ്പോൾ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ള മേഖലയിൽ പ്രവൃത്തി പരിചയമേളയുടെ ജഡ്ജായി
പരിപാടിയായിട്ട് എനിക്ക് തോന്നി. പറയാൻ കാരണം ഈ കാലഘട്ടത്തിലെ ലഹരിക്ക് അടിമയായി പോകുന്ന സമൂഹം ഇനി വരും തലമുറയിലെ ഈ സമൂഹത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഈ ഇവിടെ സംഘടിപ്പിച്ച PYPA എന്ന സംഘടന കാണിച്ച ഒരു വലിയൊരു സന്ദേശമാണ് എനിക്കിത് പറയാനുള്ളത്. ഇത്രയും കുട്ടികളിവിടെ പങ്കെടുക്കുകയും ചെയ്യും. അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇത് പങ്കെടുപ്പിച്ച ഈ ഇതിലെ പ്രവർത്തകർക്ക് എല്ലാവർക്കുള്ള നന്ദിയും അറിയിക്കുന്നു. മുഴുവൻ വർക്കുകളും നമ്മളാണ് ചെയ്യുന്നത്. അത് ശരി. മൊത്തം നമ്മുടെ ഈ ആർട്ട് വർക്കും വിസിറ്റിംഗ് കാർഡ് അങ്ങനെ മുഴുവനും ഞങ്ങളാണ് ചെയ്യുന്നത്. അത് ശരി. ഞാനീ വിട്ടുപോയി സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട്